നോട്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് റാറ്റ് റേസ്. കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ നൽകിയൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കാൻ കിട്ടുന്ന ഏറ്റവും പെട്ടെന്നുള്ളൊരു കാരണം എന്താണ്? ഇൻകൺസിസ്റ്റൻറ്റ്. ബട്ട് ജസ്റ്റ് തിങ്ക്, ഹാവ് ദി ഗിവൻ കൺസിസ്റ്റൻറ്റ് ചാൻസസ് ഫോർ ദിസ് പ്ലെയർ. എത്ര നാളായി? 2015 തൊട്ട് ഉള്ള ടീമിലുള്ള ആളാണ്. 2026 എത്തുന്നു. അതിനുള്ളിൽ തന്നെ എത്ര T20 മാച്ചസ് ഇന്ത്യ കളിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ എത്ര ചാൻസസ് സഞ്ജുവിന് കിട്ടിയിട്ടുണ്ടാവും? എത്ര സ്ക്വാഡിൽ ആൾ കയറിയിട്ടുണ്ടാവും? ഈവൻ സ്ക്വാഡിൽ ഓരോ സ്ക്വാഡിൽ കയറിയാലും അതിൽ തന്നെ എത്ര കളികൾ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും? ഓരോ ആൾക്കാർക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചല്ല സഞ്ജുവിനോട് എല്ലാവരും കാണിച്ചിട്ടുള്ളത്. T20 വേൾഡ് കപ്പ് നമ്മുടെ ഇന്ത്യ വെച്ച് നടന്നപ്പോൾ തന്നെ അത് നേടിക്കൊടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ച സഞ്ജുവാണ്. അവസാനത്തെ 3 മെയിൻ മാച്ചസ്, അത് വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, ഈവൻ ഫൈനൽ വിത്ത് ന്യൂസിലൻഡ്, ഈ കളികളിലെ മികച്ച പെർഫോമൻസ് ചെയ്തിട്ട് ആ വേൾഡ് കപ്പ് നേടിക്കൊടുത്തൊരു താരമാണ് സഞ്ജു. ഇപ്പോൾ ബാക്കിയുള്ള BCCI ബാക്കപ്പ് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ വേൾഡ് കപ്പ് ഹീറോസായ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, എല്ലാവരും ഒരു ബാക്കപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അവരൊക്കെ പറയണത് അവരൊക്കെ യങ് പ്ലെയേഴ്സാണ്, ഒരു വേൾഡ് കപ്പ് ഹീറോസാണ്. യങ് പ്ലെയേഴ്സാണ്, വേൾഡ് കപ്പ് ഹീറോസാണ്. അവരൊക്കെ വേൾഡ് കപ്പിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കാര്യമായിട്ട്? ബട്ട് സ്റ്റിൽ ദേ ആർ ഇൻ ദ ടീം. ബട്ട് സഞ്ജുവിന് അതില്ല. വേൾഡ് കപ്പ് കഴിഞ്ഞ് വെറും 3 മത്സരം ഔട്ടാണെന്നും പറഞ്ഞ് ഔട്ട് ഓഫ് ദ ടീം, ഔട്ട് ഓഫ് ദ സ്ക്വാഡ്. അടുത്ത സിംബാബ്വെ ടൂറിൽ തന്നെ ആള് കളയുക. വൈഭവിനെ കൊണ്ടുവന്നിട്ടോ, ഓക്കെ, വൈഭവ് നമുക്കൊരു പുതിയൊരു യങ് ജനറേഷനാണ്, ഓക്കെ. പക്ഷേ എല്ലാവർക്കും ഇതൊരു ചാൻസസ് കൊടുക്കേണ്ടതല്ലേ? 3 മാച്ചസിൽ സഞ്ജു ഫോം ഔട്ടായെങ്കിൽ സഞ്ജു ഔട്ട്, ഓക്കെ. 10 മാച്ചസോളം ഫോം ഔട്ടായ അഭിഷേക് ശർമ്മയെ പോലത്തെ ആൾക്കാർക്ക് ഇപ്പോഴും ടീമിൽ തന്നെയാണ്. ഇവർ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ മൊത്തം വെച്ചിട്ട് ഈ ടീം എന്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? സിംബാബ്വെയിൽ ടൂർ ജയിച്ചു, ഓക്കെ. ഇനിയിപ്പോൾ കുറേ കളികൾ ഇന്ത്യ നമ്മുടെ റോഡ് പിച്ചസിലൊക്കെ കുറേ കളികൾ ജയിച്ചിട്ട് വീണ്ടും ഹീറോസ് ആവും. പക്ഷേ മെയിൻ ടീംസിനോട് ജയിക്കണ്ടേ? അത് അവരുടെ നാട്ടിൽ പോയി ജയിക്കണ്ടേ? ഈവൻ അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടും വരെ തോറ്റിട്ടുള്ള വരവാണ് ഈ പറയുന്നത് കേട്ടോ. വളരെ മോശമാണ് ആക്ച്വലി. സഞ്ജു ഇത് ഇങ്ങനെ പ്രതികരിക്കും നമ്മൾ വിചാരിച്ചില്ലേ. കാരണം അങ്ങനെ തുറന്നടിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈവൻ ഹി ഹാസ് ടു ടെൽ ദാറ്റ്. ഒരു കണക്കിന് അത് തന്നെ നല്ലതെന്ന് തോന്നുന്നു. കാരണം നമുക്കും ടെൻഷനാണ്. കാരണം സഞ്ജു എപ്പോൾ കളിക്കുമ്പോൾ നമുക്കാണ് കൂടുതൽ ടെൻഷൻ. നമുക്ക് ഈ ഒരു പ്രശ്നം അറിയാം. സഞ്ജു അവിടെ ഒരു 10 റൺസ് അല്ലെങ്കിൽ 20 റൺസിന് മേലെ പോയിട്ടില്ലെങ്കിൽ അവിടെ ഒരു പിടി വരും. അതാണ് നമുക്കും ടെൻഷൻ. ഇന്ത്യ ജയിക്കുക, അതിനേക്കാളും കൂടുതൽ സഞ്ജു കളിക്കണം, ആ ഒരു മൈൻഡാണ് കൂടുതൽ നമുക്ക് ഈയിടയ്ക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ക്വാഡിലൊക്കെ ആളെ കയറ്റാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ കൈൻഡ് ഓഫ് അപ്രോച്ചാണ് ഈ BCCI എന്ന തെണ്ടികൾ കാണിക്കുന്നത്.